വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ സ്പ്രിംഗ് ഓനിയൻ പെട്ടെന്ന് വളർത്തിയെടുക്കാമെന്നാണ്. മണ്ണോ ചെടിച്ചട്ടിയോ ഒന്നും ഇല്ലാതെ തന്നെ 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് ഈ സ്പ്രിംഗ് ഓനിയൻ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സവാള ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഈ സവാളയുടെ വേര് ഭാഗം ഇതിൽ ജസ്റ്റ് ഒന്ന് മുങ്ങുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇത് വെച്ച് കൊടുക്കാം. സവാള മുഴുവനായിട്ടും വെള്ളത്തിൽ മുങ്ങണമെന്നില്ല, വേരുഭാഗം മാത്രം മുങ്ങിയാൽ മതി, ഇല്ലെങ്കിൽ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 5 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിന് മുകളിലായിട്ട് ചെറുതായിട്ട് ഇതുപോലെ മുളച്ച് വന്നിട്ടുണ്ടാവും. ചെറിയ ഉള്ളി വെച്ചും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഓൾറെഡി ഇതുപോലെ മുള വന്ന സവാള ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പ്രിംഗ് ഓനിയൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് 2 ആഴ്ചക്കുള്ളിൽ തന്നെ സ്പ്രിംഗ് ഓനിയൻ നമുക്ക് ഗ്രോ ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴും മറ്റ് ചൈനീസ് ഡിഷസ് ഉണ്ടാക്കുമ്പോഴൊക്കെ സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സ്പ്രിംഗ് ഓനിയൻ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാലും ഇത് വീണ്ടും വെള്ളത്തിൽ വെച്ച് കൊടുത്താൽ വളർന്നു വരും. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching.